Hi friends, welcome back to our channel Physics Tutorial. Today we are going to continue the question paper discussion of plus 1 physics. Now we can start with March 2019 question paper. Are you ready? Here we have to answer any 3 questions from 1 to 4. Each carries 1 mark. അതായത് 1 mark question ആണ്. ആദ്യത്തെ 4 questions ഏതെങ്കിലും 3 എണ്ണം ആൻസർ ചെയ്താൽ മതി. Okay. First question is the weak nuclear force is stronger than the gravitational force. State whether the statement is true or false. That means the weak nuclear force is stronger than the gravitational force. Weak nuclear force gravitational force നേക്കാൾ stronger ആണെന്നുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ട്രൂ ഓർ ഫാൾസ് എന്നുള്ളത് പറയണം. എന്താണ് ആൻസർ? ഈസ് ഇറ്റ് ട്രൂ? യെസ്, ദ ആൻസർ ഈസ് ട്രൂ ബിക്കോസ് ദ വീക്കസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോഴ്സ് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. Next question is the position time graph of 2 objects A and B are shown below. At what time the objects meet? Here the position time graph is given. That means the 2 objects, that means object A and B are there and their position time graph is given here. At what time the objects meet? അതായത് ഒരു പൊസിഷൻ ടൈം ഗ്രാഫാണ്, അതായത് ഒബ്ജക്റ്റ് എയുടെയും ബിയുടെയും ഗ്രാഫാണ് തന്നിട്ടുള്ളത്. ഏത് ടൈം ഇൻ്റർവെല്ലിലാണ്, അതായത് ഏത് ടൈമിലാണ് ഇവ മീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ ഡയഗ്രാം ഈസ് ഗിവൺ ഹിയർ. ഹിയർ വി ക്യാൻ സീ ദാറ്റ് ദ ടൈം ഈസ് ടേക്കൺ അലോങ് എക്സ് ആക്സിസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് അലോങ് വൈ ആക്സിസ്. ഓക്കെ, അതായത് എ ബി എന്നിവയുടെ ഗ്രാഫാണ്. അതിൽ ടൈം എക്സ് ആക്സിസിലാണ് ഉള്ളത്, പൊസിഷൻ വൈ ആക്സിസിലാണ്. അങ്ങനെയാണെങ്കിൽ ഇവ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ഏതാണ്? ടൈമാണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന പെർട്ടിക്കുലർ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 3 seconds ആണ്. സോ ദ ആൻസർ ഈസ് 3 seconds. The next question is write any 2 properties of conservative force. That is write any 2 properties of conservative force. അതായത് കൺസർവേറ്റീവ് ഫോഴ്സിന് ഏതെങ്കിലും 2 പ്രോപ്പർട്ടീസ് ആണ് ചോദിച്ചിട്ടുള്ളത്. What are the properties of conservative forces? ഏതൊക്കെയാണ് പ്രോപ്പർട്ടീസ്? ഫസ്റ്റ് വൺ ഈസ് ദ വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ എൻഡ് പോയിൻറ്റ്സ്. അതായത് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? എൻഡ് പോയിൻറ്റ്സിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ദ വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ എൻഡ് പോയിൻറ്റ്സ്. ദാറ്റ് ഈസ് 1 point. ഇനി മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? ദ വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് ഇൻ എ ക്ലോസ്ഡ് പാത്ത് ഈസ് 0. അതായത് ഒരു ക്ലോസ്ഡ് പാത്തിൽ ഉണ്ടാവുന്ന വർക്ക് ഡൺ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ കേസിൽ എത്രയായിരിക്കും? 0 ആയിരിക്കും. ദാറ്റ് ഈസ് ദ വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് ഇൻ എ ക്ലോസ്ഡ് പാത്ത് ഈസ് 0. Again we have a 1 mark question. The question is state first law of thermodynamics. That is തെർമോഡൈനാമിക്സിൻ്റെ ഫസ്റ്റ് ലോ ആണ് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. How we can define first law? That means the heat supplied to a system is partly used to increase the internal energy of the system and the rest is used to do work on the environment. അതായത് ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഹീറ്റ് എനർജി എന്ന് പറയുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക? എ പാർട്ട് ഓഫ് ദ എനർജി വിൽ ബി യൂസ് ടു ഇൻക്രീസ് ദ ഇൻറ്റേർണൽ എനർജി. അതുപോലെ തന്നെ ബാക്കി ഭാഗം എന്ന് പറയുന്നത് റെസ്റ്റ് ഈസ് യൂസ് ടു ഡു വർക്ക് ഓൺ ദി എൻവയോൺമെൻറ്റ് ആണ്. അപ്പോൾ എങ്ങനെ പറയാം? The heat supplied to the system is partly used to increase the internal energy of the system and the rest is used to do work on the environment. അപ്പോൾ എങ്ങനെ എഴുതാം? ടോട്ടൽ ഹീറ്റിനെ നമുക്ക് ഡെൽറ്റ ക്യൂ എന്ന് എഴുതാം അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആയിരിക്കും. അതായത് ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റേർണൽ എനർജിക്ക് ചേഞ്ച് ഉണ്ടാക്കുന്നത്. ഡെൽറ്റ യു ഇസ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ആൻഡ് ഡെൽറ്റ ഡബ്ല്യു ഇസ് ദ change in work done. Okay, so delta Q is equal to delta U plus delta W എന്ന് എഴുതാം. The next section is answer any 6 questions from 5 to 11. Each carries 2 marks. അതായത് 5 to 11 ഏതെങ്കിലും 6 questions ആൻസർ ചെയ്യണം. അതിന് 2 മാർക്കാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസിലെ ഫസ്റ്റ് വൺ ഒന്ന് നോക്കാം. Draw a graph showing the variation of volume of a given mass of water with temperature from 0 degrees Celsius. In the graph, mark the temperature at which water has maximum density. ഇവിടെ എന്താണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഡ്രോ എ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് വോളിയം ഓഫ് എ ഗിവൺ മാസ് ഓഫ് വാട്ടർ വിത്ത് ടെമ്പറേച്ചർ ഫ്രം 0 ഡിഗ്രി. അതായത് 0 ഡിഗ്രി ടെമ്പറേച്ചർ മുതലുണ്ടാവുന്ന വേരിയേഷൻ ഓഫ്, അതായത് വാട്ടറിൻ്റെ വോളിയം ഓഫ് മാസും അതുപോലെ തന്നെ വിത്ത് ടെമ്പറേച്ചറാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കേണ്ടത്. ദെൻ ആ ഗ്രാഫിനകത്ത് വാട്ടറിൻ്റെ മാക്സിമം ഡെൻസിറ്റി എത്ര ടെമ്പറേച്ചറിലാണ് കിട്ടുന്നത് എന്നുള്ളത് കൂടെ ഒന്ന് മാർക്ക് ചെയ്യണം. സോ ഹിയർ വി ഹാവ് ടു മാർക്ക് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് വാട്ടർ ഹാസ് മാക്സിമം ഡെൻസിറ്റി.
ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ടെമ്പറേച്ചർ വി ഹാവ് ടു ടേക്ക് അലോങ് എക്സ് ആക്സിസ് ആൻഡ് വോളിയം ഓഫ് 1 കിലോഗ്രാം ഓഫ് വാട്ടർ ഇസ് ടേക്കൺ അലോങ് വൈ ആക്സിസ്. അപ്പോൾ ഇവിടെ നമ്മൾ വാട്ടറിൻ്റെ കേസാണ് പറഞ്ഞിട്ടുള്ളത്. 0 ഡിഗ്രി തൊട്ടിട്ടാണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ടെമ്പറേച്ചർ 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. സോ 0, 5, 10 എക്സെട്ര ആ രീതിയിലാണ് ടെമ്പറേച്ചർ എടുത്തിട്ടുള്ളത്. ദെൻ ഇൻ ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ തന്നെ വോളിയം നമ്മൾ വൈ ആക്സിസിൽ എടുത്തിട്ടുണ്ട്. ഇനി വാട്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അനോമലസ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ജനറലി എങ്ങനെയാണ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഒരു ലിക്വിഡിൻ്റെ വോളിയം വിൽ ഇൻക്രീസ്. ഓക്കെ, ദാറ്റ് മീൻസ് ദ വോളിയം ഓഫ് ലിക്വിഡ് ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ ആണ്. എന്നാൽ വാട്ടറിൻ്റെ കേസിൽ വെൻ ദ വാട്ടർ ഈസ് ഹീറ്റഡ് ഇറ്റ്സ് വോളിയം സ്റ്റാർട്ട്സ് ടു ഡിക്രീസ് ഫ്രം 0 ഡിഗ്രി ആണ് അല്ലേ. എന്നിട്ട് ദാറ്റ് വിൽ റീച്ച് മിനിമം അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടറാണ് നമുക്കിവിടെ ഡ്രോ ചെയ്യാനുള്ളത്. അപ്പോൾ എങ്ങനെയാണ് 0 ഡിഗ്രി എത്തുമ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങും, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, വോളിയം ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. അതായത് വെൻ വാട്ടർ ഈസ് ഹീറ്റഡ് ഇറ്റ്സ് വോളിയം സ്റ്റാർട്ട്സ് ടു ഡിക്രീസ് ഫ്രം 0 ഡിഗ്രി സെൽഷ്യസ് ആണ് ആൻഡ് റീച്ചസ് മിനിമം അറ്റ് 4 ഡിഗ്രിയാണ്. അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ മിനിമം വാല്യൂ കിട്ടുന്നത് എവിടെയായിരിക്കണം, 4 ഡിഗ്രി സെൽഷ്യസിലായിരിക്കണം. ദെൻ എന്നിട്ട് നമുക്ക് ഗ്രാഫ് രീതിയിൽ വരയ്ക്കാൻ പറ്റും. ദെൻ മാക്സിമം വാല്യൂ ഓഫ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും, ഡെൻസിറ്റി ഓഫ് വാട്ടർ മാക്സിമം ആവുന്നത് എപ്പോഴായിരിക്കും, യെസ് ദാറ്റ് ഈസ് അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. This point we have to remember, that is water has minimum volume and maximum density at 4 degrees Celsius. Okay. ഡിലീറ്റഡ് പോർഷൻസിലുള്ള ക്വസ്റ്റ്യൻസ് ഒഴിവാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ അതിൽ എ പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ടോർക്ക്, ദെൻ ആംഗുലാർ മൊമെൻറ്റം, സി റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ആൻഡ് ഡി ലീനിയർ വെലോസിറ്റി. ഒന്നും കൂടെ പറയാം. എ ടോർക്ക്, then B angular momentum, C rotational equilibrium and D linear velocity. Then B കോളത്തിൽ വരുന്നത് ഫസ്റ്റ് വൺ perpendicular to R and P, then sigma F is equal to 0, third one omega cross R, then fourth one R cross F and fifth one is sigma tau. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് മാച്ച് ചെയ്യാൻ പറ്റുക? ക്യാൻ യു ആൻസർ ദ ക്വസ്റ്റ്യൻസ്? ടോർക്ക് ഏതായിരിക്കും ആൻസർ വരുന്നത്? ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ് അല്ലേ. സോ ആർ ക്രോസ് എഫ് ആണ് ടോർക്കിൻ്റെ നേരെ എഴുതേണ്ടത്, ആർ ക്രോസ് എഫ്. ദെൻ ആംഗുലർ മൊമെൻറ്റത്തിന് മാച്ചിങ് ആവുന്നത് ഏതാണ് ഇവിടെ? പെർപെൻഡിക്കുലർ ടു ആർ ആൻഡ് പി ആണ് അല്ലേ, പെർപെൻഡിക്കുലർ ടു ആർ ആൻഡ് പി. ദെൻ റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷൻ ഏതാണ്? റൊട്ടേഷണൽ ഇക്വിലിബ്രിയം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിഗ്മ ടോ ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഇവിടെ സിഗ്മ ടോ മാത്രമാണ് തന്നിട്ടുള്ളത്. ഹിയർ സിഗ്മ ടോ ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ലീനിയർ വെലോസിറ്റി. വി ഇസ് ഈക്വൽ ടു, യെസ് ഇക്വേഷൻ എന്താണ്, ഒമേഗ ക്രോസ് ആർ ആണ്. So torque is r cross f, then angular momentum that is perpendicular to r and p, then rotational equilibrium, sigma tau is equal to 0, linear velocity is equal to omega cross r, that is v is equal to omega cross r. The next question is derive an expression for escape speed from a planet. എന്താണ് എസ്കേപ്പ് സ്പീഡ് കാണാനുള്ള എക്സ്പ്രഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യാം? ദാറ്റ് ഈസ് ഡിറൈവ് an expression for escape speed from a planet. Here we have to derive the expression for escape speed or escape velocity. അതായത് എസ്കേപ്പ് വെലോസിറ്റിക്ക് അല്ലെങ്കിൽ എസ്കേപ്പ് സ്പീഡിൻ്റെ ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് എസ്കേപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ? അതായത് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിന് എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു പെർട്ടിക്കുലർ വെലോസിറ്റി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്പീഡിലാണ് നമ്മൾ ആ ഒബ്ജക്റ്റിനെ എറിയുന്നത്. അപ്പോൾ ആ വെലോസിറ്റിയെ പറയുന്നതാണ് എസ്കേപ്പ് വെലോസിറ്റി, അല്ലെങ്കിൽ ആ സ്പീഡാണ് എന്ത്, എസ്കേപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മളൊരു പെർട്ടിക്കുലർ വെലോസിറ്റിയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യില്ല, ദാറ്റ് വിൽ നെവർ റിട്ടേൺ ബാക്ക് ടു എർത്ത്. അതൊരിക്കലും എന്ത് ചെയ്യില്ല, എർത്തിലേക്ക് തിരിച്ചു വരില്ല. അപ്പോൾ ആ വെലോസിറ്റി അല്ലെങ്കിൽ ആ സ്പീഡ് കാണാനുള്ള ഇക്വേഷനാണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ പറയാം? എസ്കേപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ദ മിനിമം സ്പീഡ് with which a body is projected so that it never returns to the earth is called escape speed or escape velocity. That is the minimum speed with which a body is projected so that it never returns to earth. ഇനി നമുക്ക് കാണേണ്ടത് എം മാസുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, നമ്മൾ എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ആ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നതെങ്കിൽ ഹൗ വി ക്യാൻ ഫൈൻഡ് ദ ഫോഴ്സ് ഓൺ ദാറ്റ് ഒബ്ജക്റ്റ്. അതായത് ഫോഴ്സ് ആക്ടിങ് ഓൺ ദാറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെ കാണാൻ പറ്റും?
G_m_m/r² ആണ് അല്ലേ. നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനുള്ള ഇക്വേഷനാണ് G_m_m/r² എന്നുള്ളത് കണ്ടത്. ഇനി നമുക്ക് എസ്കേപ്പ് സ്പീഡ് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലോട്ട് പോകാൻ വേണ്ടി, അതായത് എത്ര വർക്ക് നമ്മൾ ചെയ്യണം എന്നുള്ളത് കാണണം. അതായത് എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഇൻഫിനിറ്റി വരെ ആ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന വർക്ക് എത്രയാണെന്നുള്ളത് കാണാം. അപ്പോൾ ഡയറക്റ്റായിട്ട് ഇൻഫിനിറ്റി വരെയുള്ള വർക്ക് കാണാൻ അത്ര ഈസി അല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് dr എന്ന് പറയുന്ന ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ട വർക്ക് ഒന്ന് കാണാം. അപ്പോൾ വർക്ക് ഡൺ എങ്ങനെ കാണാം? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് G_m_m/r² ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ വർക്ക് ആയതുകൊണ്ട് എങ്ങനെ എഴുതാം? dW = G_m_m/r² × dr എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് ചെയ്യാനുള്ള വർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താ കാണേണ്ടത്? ടോട്ടൽ വർക്ക് കാണണം. അതായത് വർക്ക് ഡൺ ഇൻ ടേക്കിംഗ് എ ബോഡി ടു ഇൻഫിനിറ്റി ഫ്രം സർഫസ് ഓഫ് എർത്ത്. അതായത് എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഇൻഫിനിറ്റി വരെ മൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എങ്ങനെ കാണാം? ഇൻറ്റഗ്രേറ്റ് ചെയ്യാം അല്ലേ. സോ ദാറ്റ് മീൻസ് W = r to infinity G_m_m/r² × dr എന്ന് കാണാം. ഇനി ഇവിടെ കോൺസ്റ്റൻസിനെ ഒന്ന് ഔട്ട്സൈഡ് എടുക്കുമ്പോൾ ഏതൊക്കെയാണ് കോൺസ്റ്റൻസ്? G_m എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. ദെൻ ഇൻറ്റഗ്രൽ 1/r² dr ആണ് കിട്ടുന്നത്. 1/r² എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാം? r⁻⁻² ആണ്. സോ x⁻n എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? x⁻n+1/n+1 ആണ്. r⁻²നെ എങ്ങനെ എഴുതാൻ പറ്റും? r⁻²+1/-2+1 ദാറ്റ് ഈസ് ഈക്വൽ ടു -1/r ആണ്. ലിമിറ്റ് എത്രയാണ്? r to infinity ആണ്. സോ വിത്തിൻ ദ ബ്രാക്കറ്റ് വി ഹാവ് ടു റൈറ്റ് ദാറ്റ്. ഓക്കെ, -1/r ദെൻ ലിമിറ്റ് ക്യാപിറ്റൽ R to infinity എന്നുള്ളത് എഴുതാം. ഇനി ഇവിടെ നമ്മൾ എങ്ങനെയാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യുക? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. സോ വാട്ട് വി വിൽ ഗെറ്റ്? മൈനസ് ഇവിടെ ഔട്ട്സൈഡ് എടുത്തിട്ടുണ്ട്. -G_m_m ഇൻറ്റു അപ്പർ ലിമിറ്റ് ഈസ് ഇൻഫിനിറ്റി. സോ 1/∞ -1/r എന്ന് കിട്ടും. 1/∞ വാല്യൂ എത്രയാണ്? 0 ആണ്. സോ ദാറ്റ് വിൽ ബി -G_m_m ഇൻറ്റു 0 - 1/r എന്ന് എഴുതാം. So here the minus and minus will get cancelled, then W will be equal to G_m_m/r. So work done ഉള്ള ഇക്വേഷൻ ആണ് G_m_m/r എന്ന് പറയുന്നത്. ഈ എനർജി ആയിരിക്കും കൈനറ്റിക് എനർജിയുടെ ഫോമിൽ സ്റ്റോർ ചെയ്യുന്നത്. സോ ദിസ് എനർജി ഈസ് ഗിവൺ ഇൻ ദ ഫോം ഓഫ് കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½mv² ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ve² എന്ന് എഴുതാൻ കാരണം ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? എസ്കേപ്പ് വെലോസിറ്റി ആണ്. സോ ½mve² എന്ന് എഴുതാം. ഇനി ഈ രണ്ട് എനർജീസും സെയിം ആയതുകൊണ്ട് അവയൊന്ന് ഇക്വേറ്റ് ചെയ്യാലോ. എന്ത് ചെയ്യാൻ പറ്റും? ½mve² = G_m_m/r എന്ന് എഴുതാം. നമുക്ക് ആവശ്യമുള്ളത് വെലോസിറ്റിയാണ്. സോ ve² റീഅറേഞ്ച് ചെയ്താൽ എന്ത് കിട്ടും? 2Gm/r എന്ന് കിട്ടും. സ്മോൾ m ആൻഡ് സ്മോൾ m വിൽ ഗെറ്റ് ക്യാൻസൽഡ്. ഓക്കെ, അതിൽ നിന്ന് ve² കിട്ടിക്കഴിഞ്ഞാൽ ve കാണാമല്ലോ, റൂട്ട് എടുത്താൽ മതി അല്ലേ. സോ ve = √2Gm/r എന്ന് കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഫസ്റ്റ് ഇക്വേഷനകത്ത് Gm-ന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പോൾ നമുക്ക് Gm-ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്മോൾ ലെറ്റർ G ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണാനുള്ള ഇക്വേഷൻ ഒന്ന് നോക്കി നോക്കാം. അതെന്താണ്? Gm/r² എന്നുള്ളതാണ് സ്മോൾ ലെറ്റർ G കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, അതിൽ നിന്ന് Gm എന്തായിരിക്കും? Gr² ഈക്വൽ അല്ലേ. ക്യാപിറ്റൽ Gm വിൽ ബി ഈക്വൽ ടു സ്മോൾ ലെറ്റർ G ഇൻറ്റു r² എന്ന് കിട്ടില്ലേ. അതിനെ സെക്കൻഡ് ഇക്വേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ Gm-ൻ്റെ വാല്യൂ ഒന്ന് ഇക്വേഷൻ ഒന്ന് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 2 in ഇക്വേഷൻ 1. ദെൻ വി വിൽ ഗെറ്റ് എന്താ കിട്ടുന്നത്? v = √2Gr²/r എന്ന് കിട്ടും. അവിടെ ക്യാൻസൽ ചെയ്യുന്ന ടേം ഏതാണ്? r ആണ്. സോ r ആൻഡ് r വിൽ ഗെറ്റ് ക്യാൻസൽ. ദ റിമൈനിങ് ഇക്വേഷൻ ഈസ് v = √2rg. സോ ദാറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ എസ്കേപ്പ് സ്പീഡ്. ഓക്കെ, അതായത് v √2rg എന്നുള്ളതാണ് എസ്കേപ്പ് സ്പീഡ്. എന്ന് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഡൗട്ടുള്ളവർ വീഡിയോ ഒന്നും കൂടി പോസ് ചെയ്തിട്ട് ഒന്നും കൂടെ കാണാം. അപ്പോൾ വളരെ കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻസ് ആണ്. നിങ്ങൾക്ക് ന്യൂമറിക്കൽ ചെയ്യാനും യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതുപോലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കളയരുത്. കാരണം ഇനി അതിൽ നിന്നൊരു സെലക്ഷൻ നിങ്ങൾ ചെയ്യരുത്. കാരണം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.